समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग ഇന്നത്തെ കാലഘട്ടത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് വാതരക്തം. തിടുക്കമേറിയ ജീവിതയാത്രക്കിടയിൽ ക്രമരഹിതവും പഴകിയതുമായ ആഹാരസേവയാലും ശീതളപാനീയങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവയുടെ അമിത ഉപയോഗവും വ്യായാമക്കുറവുമാണ് ഈ അസുഖത്തെ നമ്മുടെ സന്തത സഹചാരിയാക്കി മാറ്റുന്നത്. വായു രക്തത്തെ ആശ്രയിച്ച് ഉണ്ടാക്കുന്നതാണ് വാതരക്തം. സന്ധികളിൽ വേദന, വീക്കം എന്നീ പ്രധാന ലക്ഷണങ്ങളോട് കൂടിയാണ് ഇത് ഉണ്ടാകുന്നത്. പനിയോടുകൂടിയോ അല്ലാതെയോ ഈ രോഗം ഉണ്ടാകുന്നു. മഴക്കാലത്തും തണുപ്പുകാലത്തും ഇത് വർദ്ധിച്ചു കാണുവാൻ സാധ്യത കൂടുതലാണ്. പ്രായഭേദമന്യേ എല്ലാവരിലും ഇത് ഉണ്ടാകുന്നുണ്ടെങ്കിലും 30-നും 60-നും ഇടയ്ക്ക് ആണ് കൂടുതലായി ബാധിച്ചു കാണുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. തടിച്ച ശരീരപ്രകൃതമുള്ളവരിലും അധ്വാനം കുറഞ്ഞ അലസജീവിതം നയിക്കുന്നവരിലും ഈ രോഗം കൂടുതലായി കാണുവാനുള്ള സാധ്യത കൂടുതലാണ്. ത്വക്ക്, മാംസം എന്നിവയെ ആശ്രയിച്ചുണ്ടാക്കുന്നത് ഉത്ഥാനവും ധാതുക്കളിൽ ആശ്രയിച്ചുണ്ടാകുന്നത് ഗംഭീരവുമാകുന്നു. രക്തപരിശോധനയുടെ അടിസ്ഥാനത്തിൽ സീറോ പോസിറ്റീവ് ആർത്രൈറ്റിസ് എന്നും സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്നും രണ്ടായി വിഭജിച്ചിരിക്കുന്നു. രക്തത്തിൽ റൊമറ്റോയ്ഡ് ഫാക്ടർ കാണുന്നതിന് ആദ്യ വിഭാഗത്തിലും അത് കാണാത്തതിന് രണ്ടാമത്തെ വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരീരപ്രകൃതിക്കനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും കാലത്ത് വേദന, വീക്കം എന്നിവ സാധാരണ കാണാവുന്നതാണ്. അതായത് മോർണിംഗ് സ്റ്റിഫ്നെസ്. കുറച്ച് സമയം നടക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അവയ്ക്ക് ആശ്വാസം ഉണ്ടാകുന്നു. സന്ധികളിൽ വേദന, വീക്കം എന്നിവ കൈകളിലും കാലുകളിലും ഒരേ തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ രോഗം കൈവിരലുകളുടെ ചെറിയ സന്ധികളിൽ നിന്നാണ് തുടങ്ങുന്നത്. ക്രമേണ അരക്കെട്ട്, കണങ്കാൽ, മുട്ട്, തോൾ എന്നിവിടങ്ങളിലേക്ക് ബാധിച്ച് അവയ്ക്ക് നീരും വേദനയും ഉണ്ടാക്കുന്നു. ഈ രോഗത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആയുർവേദത്തിൽ വാതരക്തം, വാതശോണിതം എന്നിങ്ങനെ പറയപ്പെടുന്ന ഈ അസുഖത്തിന് ഫലപ്രദമായ ചികിത്സാരീതികൾ പറയുന്നുണ്ട്. ഔഷധ സേവ, വ്യായാമം, ആഹാര നിയന്ത്രണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രോഗത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സ്നേഹപാനം, പിഴിച്ചിൽ, കിഴി, വസ്തി, രക്തമോക്ഷം എന്നിവ പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരം ചികിത്സകൾക്ക് രോഗി ആശുപത്രിയിൽ കിടന്ന് ഉള്ള ചികിത്സ ആവശ്യമായി വരുന്നു. മഹാരാസ്നാദി കഷായം, രാസ്നേരണ്ടാദി കഷായം, ഗുൽഗുലുതിക്തഘൃതം, കാരസ്കരഘൃതം, യോഗരാജ ഗുൽഗുലു, കൈശോര ഗുൽഗുലു, നിംബാമൃതാസവം, പിണ്ടത്തൈലം
എന്നിവ സാധാരണയായി ഈ രോഗത്തിന് ചികിത്സിച്ചു വരുന്നതാണ്. ഇതുകൂടാതെ മരുന്നുകൾ അരച്ചുള്ള ലേപനം, അട്ടയിട്ടു രക്തം കളയൽ എന്നിവയും ചെയ്തു വരുന്നു. തുടർച്ചയായുള്ള ഔഷധസേവ, പഥ്യാഹാരം, വ്യായാമം എന്നിവ കൊണ്ട് ഈ രോഗത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുന്നുണ്ട്. നാഗകേസരം എന്ന പ്രശസ്തമായ ഒരു ഔഷധത്തിൻ്റെ സ്രോതസ്സാണ് നാഗമരം. ഇടതൂർന്ന ഇലച്ചാർത്തുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണിത്. ശാഖാഗ്രങ്ങളിലാകെ വലിയ വെള്ളപ്പൂക്കൾ പേറി നിൽക്കുന്ന സമയത്താണോ, അതിലോലമായ തളിരുകൾ പേറി നിൽക്കുന്ന സമയത്താണോ, കരിമ്പച്ച ഇലകളുടെ ഒരു പട്ട് പുതച്ച പോലെ നിൽക്കുന്ന സമയത്താണോ, എപ്പോഴാണ് നാഗമരത്തിന് ഏറെ സൗന്ദര്യമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. നാഗകേസരം എന്ന പേരിൽ പറയും പോലെ മഞ്ഞ നിറമാർന്ന കേസരം പേറുന്ന നാഗമരത്തിൻ്റെ പൂക്കളാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഛർദി, വയറിളക്കം, ഉള്ളങ്കാൽ ചുട്ടുനീറൽ, പനി, ഹൃദ്രോഗം തുടങ്ങിയ ഒട്ടേറെ അസുഖങ്ങളിൽ വളരെ അനുകൂല ഫലം ചെയ്യുന്നതാണ് ഇത്. ദശമൂലാരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം, ദ്രാക്ഷാരിഷ്ടം, ചവനപ്രാശം തുടങ്ങി ഒട്ടേറെ പ്രശസ്തമായ ഔഷധങ്ങളിൽ നാഗപ്പൂ ഒരു ചേരുവയാണ്. ഇതിൻ്റെ വിത്തുകൾ ആട്ടിയെടുക്കുന്ന എണ്ണയ്ക്കും ഔഷധോപയോഗമുണ്ട്. വാതകോപം മൂലമുള്ള അസുഖങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കുമുള്ള ഒരു വിശേഷ ഔഷധമാണിത്. അങ്ങാടി മരുന്നായി വാങ്ങിക്കുന്ന സമയത്ത് യഥാർത്ഥ ഔഷധദ്രവ്യം കിട്ടുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. നമ്മുടെ കാടുകളിൽ വളരെ സുലഭമായി കാണുന്ന മലമ്പുന്ന, വാഴപ്പുന്ന പോലുള്ള വൃക്ഷങ്ങളുടെ പൂക്കൾ നാഗകേസരം എന്ന പേരിൽ അങ്ങാടിയിലെത്തുന്നുണ്ട്. അതിനാൽ നാഗമരം നട്ടുവളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, ഒരു മനോഹരമായ ആരാമവൃക്ഷം എന്ന നിലയിലും, ഒരു ഔഷധവൃക്ഷം എന്ന നിലയിലും, ഒരു തണൽ വൃക്ഷം എന്ന നിലയിലും നാഗമരം നട്ടുവളർത്തേണ്ടത്, നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥാനം കൊടുക്കേണ്ടത്, വീട്ടുവളപ്പുകളിൽ സ്ഥാനം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്.